എഞ്ചിനീയറിംഗ് പണ്ട് വളരെ പണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ടിക്കറ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞാൽ ഓക്കെ സെറ്റിലാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റിലാണ്. അത്രയും ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ളൊരു കോഴ്സായിരുന്നു എഞ്ചിനീയറിംഗ്. ഡോക്ടർ, എഞ്ചിനീയർ, ഇതിന്റെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഇതിനെ എപ്പോഴും ചേർത്ത് വെച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് പ്രാക്ടിക്കൽ ടേംസിലേക്ക് വരുമ്പോൾ അതിന് എങ്ങനെയാണ് ഒരു സെൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഉള്ള കുറേ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കുറേ കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ വൺസ് അപ്പോൺ എ ടൈം ഒരു സമയത്ത് ഈ പറയുന്ന കോഴ്സിനുണ്ടായിരുന്ന സ്വീകാര്യത അല്ലെങ്കിൽ ഈ കോഴ്സിനുണ്ടായിരുന്ന സുതാര്യത അല്ലെങ്കിൽ ഒരു ഉറപ്പ്, ഗ്യാരണ്ടി വളരെ വലുതായിരുന്നു. 40% സ്റ്റുഡൻസ് മാത്രമാണ് കോർ ജോബുകളിൽ അല്ലെങ്കിൽ പഠിച്ച ഇന്ന ബ്രാഞ്ചാണ്, അപ്പൊ എടുക്കേണ്ട ജോലി ഇന്നതാണ് എന്ന് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അത്തരത്തിലുള്ള കോർ ജോബുകളിൽ ജോലി ചെയ്യുന്ന 40% സ്റ്റുഡൻസേ ഉള്ളൂ. കാരണം ജോലി കിട്ടുന്നില്ല. ഓവർ സപ്ലൈ ആണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓവർ സപ്ലൈ ആണ്. ആദ്യം തന്നെ നെഗറ്റീവ് അടിക്കുക എന്ന് പറഞ്ഞ് പോവണ്ട. നിൽ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുമ്പോൾ എന്താണ് ഇപ്പോൾ ചൂസ് ചെയ്യേണ്ടത്, റിലവന്റ് ആയിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണ്. ഈ പറയുന്ന മെക്കാനിക്കലും ഈ പറയുന്ന സിവിലും ഈ പറയുന്ന ട്രിപ്പിളും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഇതൊക്കെ റിലവന്റ് ആണ്. അതിന്റെ കൂടെ 1-2 ആഡ് ഓൺ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതിന്റെ കൂടെ 1-2 അഡീഷണൽ പേപ്പേഴ്സ് കൂടെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പ്രൊവൈഡ് ചെയ്യുന്നത് സർട്ടിഫിക്കേഷൻ വാല്യൂ ഉള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരിക്കണമെന്നും പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുന്ന നല്ലൊരു നല്ലൊരു ക്യാമ്പസിന്റെ കീഴിലായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പറയുമ്പോൾ എന്ത് എളുപ്പമല്ലേ. അങ്ങനെ ഇപ്പൊ കോളേജൊന്നും അധികം ഇല്ല, മനസ്സിലായോ? നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കുള്ള ക്യാമ്പസുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അതല്ലാതെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന വലിയ ക്യാമ്പസ് എക്സ്പോഷർ കിട്ടാത്ത, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാത്ത, സർട്ടിഫിക്കേഷൻ വാല്യൂ ഇല്ലാതെ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകളാണോ കൂടുതൽ? അപ്പം അത്തരത്തിലുള്ള ക്യാമ്പസുകളാണ് കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ഇന്നിപ്പോ ഒരു 10 കോളേജിന്റെ പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 9 ഉടായിപ്പം. അത്തരത്തിലുള്ള ക്യാമ്പസുകളാണ് കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിൽ വെച്ചിരിക്കുക. നല്ലൊരു ക്യാമ്പസ് ചൂസ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ബ്രാഞ്ചുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലൈസേഷൻ, അഡീഷണൽ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ടൈം റിലവന്റ് ആയിട്ടുള്ള ഒരുപാട് സ്പെഷ്യൽ ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ അതൊക്കെ ചൂസ് ചെയ്യുന്ന വളരെ നല്ല കാര്യങ്ങളാണ്, വളരെ നല്ല കാര്യമാണ്. പക്ഷേ ചൂസ് ചെയ്യുന്ന കോളേജ് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചൂസ് ചെയ്യുന്ന കോളേജിന് ആ ഒരു പർട്ടിക്കുലർ ഇതിന് സ്പെഷ്യലൈസേഷന് അംഗീകാരമില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു, പ്രത്യേകിച്ച് ഒരു കഥയില്ല. സൈബർ സെക്യൂരിറ്റി ആൻഡ് ഫോറൻസിക് സയൻസ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആളുകൾ എനിക്കറിയാം, വളരെ പേഴ്സണലി അറിയാം. പഠിച്ചു വരുമ്പോൾ ബിടെക് IT മാത്രമേ ഉണ്ടാവൂ. സീരിയസ്ലി വാല്യൂ നോക്കുമ്പോൾ ബിടെക് ITയുടെ വാല്യൂ മാത്രമേ ഉണ്ടാവൂ. NIRF റാങ്കിങ്, NBA അല്ലെങ്കിൽ AICTE അല്ലെങ്കിൽ NAC ഇത്തരത്തിലുള്ള അക്രഡിറ്റേഷൻസും ഇത്തരത്തിലുള്ള അപ്രൂവൽസിനെ പറ്റിയിട്ട് അവെയർഡ് ആയിട്ടുള്ള ആരൊക്കെയുണ്ട് ഇവിടെ? അഡ്മിഷൻ സീക്കേഴ്സിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ അറിഞ്ഞാലേ നമ്മൾ ഈ പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് നല്ലൊരു കോളേജ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും, ഇൻഡിപെൻഡന്റ്ലി പറ്റും. സോ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് എടുക്കുക. ഇൻഡസ്ട്രി ടൈഅപ്പുകൾ, അതായത് നമ്മൾ പഠിക്കുന്ന മേഖല, നമ്മളൊരു അടിപൊളി കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷെ നമ്മൾ പഠിക്കുന്ന മേഖലയുമായിട്ട് ഈ പറയുന്ന കോളേജിന് ഒരു ഇൻഡസ്ട്രി ടൈഅപ്സും ഇല്ല. ഓക്കെ, ഒരു കാര്യമില്ല. നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടോ. നമുക്കിപ്പോ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ പോലുള്ളൊരു കോഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് സൂപ്പർ കോളേജ് ആയിട്ടുള്ള ഒരു കോളേജ് ട്രിപ്പിൾ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് നല്ല കോളേജ് ആയിരിക്കില്ല. അതാണ് ഹാർഷ് റിയാലിറ്റി. മനസ്സിലാക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പഠിക്കുന്ന കുട്ടിക്ക് അത്രയും ജോബ് അസിസ്റ്റൻസും അത്രയും സപ്പോർട്ടും കൊടുക്കാൻ സാധിക്കുന്ന ഒരു കോളേജിൽ ചിലപ്പം സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവന് ഒരു ഗുണവും ഉണ്ടാവില്ല. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു ക്യാമ്പസും ഈ പറയുന്ന അഫിലിയേഷൻസും അക്രഡിറ്റേഷൻസും ഉണ്ടായാൽ മാത്രം പോരാ, ഇൻഡസ്ട്രി ടൈഅപ്സും വേണം. നമ്മൾ പഠിക്കുന്ന പർട്ടിക്കുലർ ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ പഠിക്കുന്ന പർട്ടിക്കുലർ ബ്രാഞ്ചിന്റെ ഏത് ഇൻഡസ്ട്രി ആണോ ആ ബ്രാഞ്ച് പൊട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി ആണോ ആ ബ്രാഞ്ച് നമ്മളെ പഠിപ്പിക്കുന്നത്, ആ ഇൻഡസ്ട്രിയുമായിട്ട് ഡയറക്റ്റ് ടൈഅപ്സ് നമ്മൾ ഈ പറയുന്ന ക്യാമ്പസിന് ഉണ്ടായിരിക്കണം. ഗ്ലോബൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉള്ള ക്യാമ്പസ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ഉള്ള ക്യാമ്പസുകളായിരിക്കണം. ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. അവരെ പറ്റിയിട്ട് അവർ പ്ലേസ്ഡ് ആയിട്ടുള്ള ഏത് മേഖലയിലാണ്, അവർ പഠിച്ച മേഖലയിൽ തന്നെയാണോ അവർ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. IT ജോബ് വളരെ ഡിഫോൾട്ട് ആയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിനും സിവിൽ എഞ്ചിനീയറിനും ട്രിപ്പിൾ എഞ്ചിനീയറിനും കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. സോ
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായവൻ മെക്കാനിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെയാണോ കിട്ടിയത്, അല്ലെങ്കിൽ നല്ലൊരു മേഖലയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്, അതോ IT ജോലി തന്നെയാണോ ഡിഫോൾട്ട് ഓപ്ഷൻ ആണോ എടുത്തത്, ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക. അലുമിനി, അതായത് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കോളേജിന്റെ വെറുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്ത് പേയ്മെന്റ് കൊടുത്ത് പഠിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും സെക്കൻഡ് ഇയർ തൊട്ടേ നിങ്ങൾ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ കൈകളിൽ തന്നെ ഇതിനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ലിങ്ക്ഡിൻ ത്രൂ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക് ക്ലബ്ബുകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനത്തുള്ള ഇന്റേൺഷിപ്പിനെ പറ്റി അറിയാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജോബ് ഓഫേഴ്സിനെ പറ്റി അറിയാൻ. സെക്കൻഡ് ഇയർ തൊട്ടേ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അവെയർഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫൈനൽ ഇയർ ആയി അല്ലെങ്കിൽ പാസ് ഔട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡസ്ട്രിയെ പറ്റി ഒരു മുഴുവൻ ഒരു ധാരണയായി. നമുക്കറിയാം ഇനി എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് പൂർണ്ണ ഒരു ധാരണ ഉണ്ടാവും. എഞ്ചിനീയറിംഗ് മേഖല മരിച്ചിട്ടില്ല. എഞ്ചിനീയറിംഗ് മേഖല ഒരു അടഞ്ഞ അധ്യായമല്ല. എഞ്ചിനീയറിംഗ് മേഖല ഇവോൾവ് ചെയ്യുന്നു, വർഷങ്ങളായി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയാതെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അഭിപ്രായം മാത്രം കേട്ട് കുറെ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസിനും, അല്ലെങ്കിൽ അവനും ഇവനും പോയി എന്നാ ഞാനും പോകുന്നെന്ന് പറഞ്ഞ് പോയവരൊക്കെ തന്നെയാണ് ഇവിടെ വഴിതെറ്റി അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലിയില്ലാതെ തിരിഞ്ഞ് നടക്കുന്നത്. അല്ലാതെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ എവല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഇവോൾവിങ് മനസ്സിലാക്കി, അതിന്റെ അപ്ഗ്രേഡിങ് അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് മനസ്സിലാക്കി, ആ ബ്രാഞ്ചുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി, ഒരു ഇൻഡെപ്തായി ഈ പറയുന്ന മേഖലയെ പറ്റി മനസ്സിലാക്കി എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയവൻ രക്ഷപ്പെടാതിരുന്നിട്ടില്ല. മാർക്ക് മൈ വേർഡ്സ്, രക്ഷപ്പെടാതിരുന്നിട്ടില്ല. ഇഫ് യു ആർ എ സ്റ്റുഡൻറ് ദാറ്റ് ഹു സീക്സ് അഡ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് ഓർ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഏതെങ്കിലും പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ജോഗ്രഫിയിൽ അവൈലബിൾ ആയിട്ടുള്ള കോളേജസിനെ പറ്റിയിട്ട് അത്തരത്തിൽ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ചൂസ് ചെയ്യാൻ പോകുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ക്ലാരിറ്റിക്കാണെങ്കിലും നിങ്ങൾക്ക് മേലിൽ കാണുന്ന നമ്പേഴ്സ് യൂട്ടിലൈസ് ചെയ്യാം. ചിലപ്പോൾ താഴെ ആയിരിക്കും, എനിക്കറിയത്തില്ല, എഡിറ്ററിനോട് ചോദിക്കണം. സോ കോൺടാക്ട് ചെയ്യുക. 24/7 അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ടീം എപ്പോഴും ഉണ്ടാവും, അപ്പപ്പോ ഞാനും ഉണ്ടാവും. നമ്മുടെ സ്റ്റാഫുകൾ, നമ്മുടെ ടീംമേറ്റ്സ്, നമ്മുടെ പാർട്ട്നേഴ്സ്, ഇവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സോ വിളിച്ചോ, ഇപ്പൊ തന്നെ വിളിച്ചോ. അപ്പൊ ശരി.